Module 4 Company Management. Vacation of office by director. Section 167. The office of director shall be vacant in case. ഏതൊക്കെ കണ്ടീഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കേസുകളാണ് പറയുന്നത് നോക്കാം. He incurs any of the disqualifications specified in section 164. നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഡിസ്ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻസ് വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്താണ് വെക്കേറ്റ് ചെയ്യണം, നമ്മുടെ ഡയറക്ടർ ഓഫീസ് വെക്കേറ്റ് ചെയ്തിരിക്കണം. Then he absents himself from all the meetings of the board of directors held during the period of 12 months with or without a seeking leave of absence of the board. അപ്പോൾ കമ്പനിയുടെ 12 months കൂടുമ്പോൾ നടത്തുന്ന 12 monthസിൽ വെച്ചിട്ടുള്ള ബോർഡ് മീറ്റിംഗ്സിൽ എല്ലാ ബോർഡ് മീറ്റിംഗ്സിലും ഇയാൾ ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡയറക്ടറായിട്ടുള്ള ആൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല വിത്തൗട്ട് സീക്കിംഗ് ലീവ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല, ലീവ് പറഞ്ഞിട്ടുമില്ല, അയാൾ അറ്റൻഡ് ചെയ്തിട്ടുമില്ല എന്നുണ്ടെങ്കിൽ അയാൾ വേക്കൻറ്റ് ചെയ്യണം. He act in contravention of the provisions of section 184 relating to entering into contracts or agreements in which he is directly or indirectly interested. Section 184 അനുസരിച്ച് നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറയുന്ന ഏതെങ്കിലും കോൺട്രാക്റ്റിലോ എഗ്രിമെൻറ്റിലോ ഇയാൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, അതായത് കമ്പനി റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും കോൺട്രാക്ട്സിലോ എഗ്രിമെൻറ്റ്സിലോ ഡയറക്ടർ എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇയാൾ ഡയറക്ടർ ഓഫീസ് വെക്കേറ്റ് ചെയ്യണം. Then he fails to disclose his interest in any contract or agreement in which directly or indirectly interested in contravention of the provisions of section 184. നേരത്തെ പറഞ്ഞ ആക്ട് 184 അനുസരിച്ച് അയാൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും എഗ്രിമെൻറ്റിലോ അതുപോലെ തന്നെ കോൺട്രാക്റ്റുകളിലോ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അയാൾ അതിൽ എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കമ്പനിയോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾ ഡയറക്ടർ ഓഫീസ് വെക്കേറ്റ് ചെയ്യണം. ദെൻ ഹി ബിക്കംസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ആൻ ഓർഡർ ഓഫ് ദ കോർട്ട് ഓർ ദി ട്രൈബ്യൂണൽ. അപ്പോൾ ഏതെങ്കിലും കോർട്ടോ അല്ലെങ്കിൽ ട്രൈബ്യൂണലോ ഇയാൾ ഡയറക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ അയാൾക്കില്ല എന്നുള്ള രീതിയിൽ ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും. നെക്സ്റ്റ്, ഹി ഈസ് കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് എനി ഒഫൻസ് വെദർ ഇൻവോൾവ്ഡ് ഇൻ moral turpitude or otherwise and sentenced in respect thereof to imprisonment for not less than 6 months. അതായത് എന്തെങ്കിലും ഒഫൻസുകൾ ചെയ്തിട്ട് അയാൾ 6 months കുറയാതെ, അതായത് 6 months കൂടുതൽ ഇംപ്രിസൺമെൻറ്റ് അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അയാളുടെ ഓഫീസ് വെക്കേറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഹി ഈസ് റിമൂവ്ഡ് ഇൻ പെർസ്യൂവൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ആക്ട്. നമ്മുടെ ആക്ട് അനുസരിച്ച് അയാളെ ഡയറക്ടറിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്നും വെക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുള്ള റൂൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഇയാൾ ഡയറക്ടർ ആവാനായിട്ട് പാടില്ല. ആൻഡ് ഹി ഹാവിങ് ബീൻ അപ്പോയിൻറ്റഡ് എ ഡയറക്ടർ ബൈ വെർച്യൂ ഓഫ് ഹിസ് ഹോൾഡിംഗ് any office or other employment in the holding subsidiary or associate company ceases to hold such office or other employment in that company. അതിൽ പറയുന്നത് നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ഈ കമ്പനിയിലുള്ള എംപ്ലോയ്മെൻ്റ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി കമ്പനിയോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എംപ്ലോയ്മെൻറ്റിൽ ഇയാൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അയാൾക്ക് ഡയറക്ടർ ആവാനുള്ള ഒരു റൈറ്റ് ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വെക്കേഷൻ ഓഫ് ഓഫീസ് ബൈ ഡയറക്ടറിൽ പറയുന്നത്. ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഡയറക്ടറുടെ ഓഫീസ് വെക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ. എ ഡയറക്ടർ മേ റിസൈൻ ഫ്രം ദ ഓഫീസ് ബൈ ഗിവിങ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദ കമ്പനി. അപ്പോൾ കമ്പനിക്ക് ഒരു ലെറ്റർ കൊടുത്തതിന് ശേഷം അയാൾക്ക് റിസൈൻ ചെയ്യാവുന്നതാണ്. The board shall, on receipt of such notice, take notice of same, and a company shall intimate the registrar in such manner, within such time and in such form as may be prescribed. അപ്പോൾ അങ്ങനെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യണം? ഈ നോട്ടീസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫോമിൽ നോട്ടീസ് പ്രിപ്പയർ ചെയ്തിട്ട് രജിസ്ട്രാറിന് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഡയറക്ടർ വെക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞ് കമ്പനിയുടെ രജിസ്ട്രാർക്ക് ഒരു നോട്ടീസ് ലെറ്റർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ദ ബോർഡ് ഷാൽ ഓൾസോ പ്ലേസ് ദ ഫാക്ട് ഓഫ് ദ രജിസ്ട്രേഷൻ ഇൻ ദ റിപ്പോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ലെയ്ഡ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. ദെൻ ഇത് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ നെക്സ്റ്റ് മീറ്റിങ്ങിൽ ഈ ഒരു കാര്യം നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കണം. അതിൽ റിപ്പോർട്ടിൽ നമ്മൾ കാര്യം രജിസ്റ്റർ ചെയ്തിരിക്കണം. എ ഡയറക്ടർ ഓൾസോ ഷാൽ ഫോർവേഡ് എ കോപ്പി ഓഫ് ഹിസ് റെസിഗ്നേഷൻ along with
a detailed reason for the resignation to the registrar within 30 days of resignation in such a manner as may be prescribed. അപ്പോൾ ഇങ്ങനെ റെസിഗ്നേഷൻ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർക്ക് ഈ ഡയറക്ടർ തന്നെ ഒരു കോപ്പി ഇതിൻ്റെ റീസൺസ്, അയാൾ റിസൈൻ ചെയ്യുന്ന റീസൺസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞുകൊണ്ട് വിത്തിൻ 30 ഡേയ്സ് ഒരു കോപ്പി അയാൾ ഫോർവേഡ് ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് റിമൂവൽ ഓഫ് ഡയറക്ടർ. ഡയറക്ടർ റിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഡയറക്ടർ മേ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ബൈ ദ ട്രിബ്യൂണൽ. ഇപ്പോൾ 2 റീസൺസ് ആണ്. ഒന്നില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അയാൾ റിമൂവ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ട്രൈബ്യൂണലിന് അയാളെ റിമൂവ് ചെയ്യാം. Okay, first removal by shareholders. The shareholders may remove a director from his office by an ordinary resolution except in the following cases. ഒരു ഓർഡിനറി റെസൊല്യൂഷൻ നമ്മുടെ മീറ്റിങ്ങിൽ പാസ്സാക്കിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എക്സെപ്റ്റ് ഇൻ ദ ഫോളോയിങ് റീസൺസ്. താഴെ പറയുന്ന റീസൺസിൽ അത് പറ്റില്ല. ഏതൊക്കെയാണ്? എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ബൈ ദ ട്രൈബ്യൂണൽ അണ്ടർ സെക്ഷൻ 242. അപ്പോൾ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ട്രൈബ്യൂണലാണ്, ഏതെങ്കിലും ട്രിബ്യൂണലാണ് അയാളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് അവരെ റിമൂവ് ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് പറ്റില്ല. ദെൻ ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അണ്ടർ സെക്ഷൻ 163. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അവർ വോട്ടിംഗ് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് നമ്മൾ വോട്ടിംഗ് വഴി തിരഞ്ഞെടുത്ത് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് അവരെ ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദിസ് ഇസ് ടു എൻഷുർ ദാറ്റ് ദ ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ മൈനോറിറ്റി ആർ നോട്ട് റിമൂവ്ഡ് ബൈ ദ ബെയർ മെജോറിറ്റി. അപ്പോൾ ദാറ്റ് ഇസ് നമ്മൾ ആ എലക്ട് ചെയ്ത വോട്ട് വഴി എടുത്തിട്ടുള്ള ആളെ ഒരിക്കലും ഒരു മെജോറിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരെ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ദാറ്റ് മീൻസ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ബൈ വോട്ടിംഗ് വഴി ഒരാൾ നമ്മൾ ഇലക്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടറായിട്ട് എന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഒരിക്കലും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ നെക്സ്റ്റ്, right of the director to make representations. That when a notice is given of a resolution to remove a director, the director concerned has a right to make a representation in writing to the company. He may also request that the representation be notified to the members of the company. അപ്പോൾ ഡയറക്ടർക്ക് ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ ചെയ്താണ് അയാൾ എലക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലൂടെ അയാളെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എ നോട്ടീസ് ഇസ് ഗിവൺ ഓഫ് ദ റെസൊല്യൂഷൻ ടു റിമൂവ് ദ ഡയറക്ടർ. ഡയറക്ടറിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് പാസ്സാക്കണം. ദെൻ ഹി മേ ഓൾസോ റിക്വസ്റ്റ് ദാറ്റ് ദിസ് റെപ്രസെൻറ്റേഷൻ ബി നോട്ടിഫൈഡ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സിന് ഈ റെപ്രസെൻറ്റേഷൻ വഴിയാണ് ഇയാൾ ഇലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അയാൾ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓൺ ബീയിങ് സോ നോട്ടിഫൈഡ് ദ കമ്പനി ഷാൽ, അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി എന്തൊക്കെ നോക്കണം നോക്കിയേ. സ്റ്റേറ്റ് ദ ഫാക്ട് ദാറ്റ് ദ റെപ്രസെൻറ്റേഷൻ ഹാവ് ബീൻ മെയ്ഡ് ഇൻ എനി നോട്ടീസ് ഓഫ് ദ റെസൊല്യൂഷൻ ഗിവൺ ടു ദ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സിന് ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ് ഇയാൾ ഇലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കണം. Then send a copy of representation to every member of the company to whom the notice of meeting is sent. അപ്പോൾ ആ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കണം, അതുപോലെ തന്നെ കോപ്പി എല്ലാ മെമ്പേഴ്സിനും ഈ റെപ്രസെൻറ്റേഷനെ അറിയിച്ചുകൊണ്ട്, ദാറ്റ് ഇസ് വോട്ടിംഗ് വഴി നമ്മൾ അയാളെ എലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ മെമ്പേഴ്സിനും ഒരു കോപ്പി സെൻഡ് ചെയ്തിരിക്കണം. If a copy of the representations is not sent, the director may require that the representation shall be read out at the meeting. In case കോപ്പി ആയിട്ട് അവരെ ഡയറക്ടർ ഇങ്ങനെ എലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കോപ്പി എല്ലാവർക്കും സെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മീറ്റിങ്ങിൽ ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ വഴി ഇലക്ട് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അത് റീഡ് ചെയ്യേണ്ടതാണ്. ദാറ്റ് മീൻസ് മീറ്റിങ്ങിൽ അത് പറഞ്ഞിരിക്കണം. ദെൻ എ വേക്കൻസി ക്രിയേറ്റഡ് ബൈ ദ റിമൂവൽ ഓഫ് ഡയറക്ടർ ആസ് അഫോസിറ്റ് ക്യാൻ ബി ഫിൽഡ് അപ്പ് ഇൻ ദ മീറ്റിംഗ് അറ്റ് വിച്ച് ഇറ്റ് ഹാസ് റിമൂവ്ഡ്. അപ്പോൾ ഇനി കേസ് ഡയറക്ടറിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് മീറ്റിങ്ങിലാണോ അയാൾ റിമൂവ് ചെയ്തത് ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ ആ പൊസിഷൻ അയാൾ റിമൂവ് ചെയ്തിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്യേണ്ടതാണ്. Then, however, this can be done only if a special notice of the proposed appointment was also given to the shareholders. Then the director so appointed shall hold office till the date of director removed would otherwise have held office. അപ്പോൾ
ഇങ്ങനെ ഒരാളെ നമ്മളൊരു മീറ്റിങ്ങിൽ ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്തു, മറ്റൊരു ഡയറക്ടറിനെ നമ്മൾ ആ മീറ്റിങ്ങിൽ തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വേക്കൻ്റ് ആവുന്ന ടൈം തൊട്ട് ബാക്കിയുള്ള ഓഫീസ് ഹോൾഡ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഡയറക്ടർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് റിമൂവൽ ബൈ ട്രിബ്യൂണൽ. സെക്ഷൻ 243 subsection 1b. On an application to the tribunal for prevention of operation and mismanagement, the tribunal may terminate or set aside or modify any agreement between the company and the managing director or any other director of the manager. On such termination, the director cannot serve the company in managerial capacity for a period of 5 years for the date of order of termination without the permission of the tribunal. The director on removal cannot sue the company for damage or compensation for loss of office. അപ്പോൾ ട്രൈബ്യൂണൽ ഒരാളെ റിമൂവ് ചെയ്യുന്നത് അയാൾ എന്തെങ്കിലും മിസ്മാനേജ്മെൻറ്റുകൾ കമ്പനിയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ റിമൂവ് ചെയ്യാം. ദെൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇയേഴ്സിൽ അയാൾക്ക് ആ ഒരു പൊസിഷനിൽ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ 5 ഇയേഴ്സ് ട്രിബ്യൂണലിൻ്റെ പെർമിഷനോട് കൂടി മാത്രം അയാൾക്ക് വീണ്ടും ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. ദെൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ റിമൂവ് ചെയ്തതിൻ്റെ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് ആ കമ്പനിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു.